ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രി ചാപ്റ്റർ 1 ദി സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ്സിനെ കുറിച്ചാണ്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കോൾഡ് ഫ്ലൂയിഡ്സ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു ഫ്ലോ. നമ്മൾ നോർമലി ലിക്വിഡ്സിനും ഗ്യാസസിനും ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. കാരണം അവയ്ക്ക് ഒഴുകാനുള്ളൊരു പ്രത്യേകമായ കഴിവുണ്ട്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ ദ ഫ്ലൂയിഡിറ്റി ഇൻ ബോത്ത് ഓഫ് ദി സ്റ്റേറ്റ്സ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ് അബൌട്ട്. കാരണം എന്താ, ഈ ലിക്വിഡ്സിലും അതുപോലെ തന്നെ ഗ്യാസസിലുമുള്ള മോളിക്യൂൾസിന് ഫ്രീ ആയി വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എന്ത് പറയുന്നത്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഈ വാട്ടർ, നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് എന്താ, ഒഴുകാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലെ വെള്ളം നമ്മളൊരു കപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജാറിലേക്കോ ആണ് മാറ്റുന്നതെങ്കിൽ അത് എന്താ സംഭവിക്കുന്നത്, ഏത് പാത്രത്തിലാണോ നമ്മളത് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിലേക്കാണ്, ആ പാത്രത്തിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഷേപ്പാണ് ആ വാട്ടറോടെ സ്വീകരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അതിന് ഒഴുകി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഗ്യാസ് ആണെങ്കിലോ, ഒരു റൂമിൽ ഒരു ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ മറ്റൊരു റൂമിലിരിക്കുന്ന ആൾക്കും ആ ഗ്യാസിൻ്റെ സ്മെല്ലുള്ള ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. കാരണം എന്താ, ഗ്യാസ് പാർട്ടിക്കിൾസിന് ഫ്രീ ആയി മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി സ്പേസിലേക്ക് ഫ്രീ ആയി മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്കറിയാം. അതേസമയം സോളിഡ്സ് ആണെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഒരിക്കലും ഇല്ല. കാരണം അവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. നമുക്കറിയാം ഒരു കൃത്യമായിട്ടുള്ള മാസ് ഉണ്ടായിരിക്കും അതിന്, അതുപോലെ വോളിയം ഉണ്ടായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ടൊരു മരക്കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ആ മരക്കഷ്ണത്തിന് ഒരു സ്പെസിഫിക് മാസ് ഉണ്ടായിരിക്കും, അതുപോലെ അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും, അതുപോലെ ഒരു വോളിയം ഉണ്ടാവും. ദെൻ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. അതിന് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അടുത്തത് എന്തായിരിക്കും, ഫോഴ്സ് സ്ട്രോങ് ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ്. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഒരു പാക്ക് ചെയ്ത പോലെ, അടക്കി വെച്ചതുപോലെ ആ മോളിക്യൂൾസ് ഇരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദെയർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ആവും, ഹാവ് ഫിക്സ്ഡ് പൊസിഷൻസ് ആൻഡ് ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മെയിൻ പൊസിഷൻ. അതായത് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് ഒരു ഫിക്സ്ഡ് പൊസിഷൻസ് ഉണ്ടാവും. അതിന് ഫ്രീ ആയി മൂവ് ചെയ്യാനുള്ള കഴിവില്ല, പകരം ആ ഒരു പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഓസിലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. അതായത് ഒരിക്കലും നമുക്കതിനെ എന്താ പറയുക, ചുരുക്കാൻ, കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. റിജിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഒട്ടും അയവില്ലാത്ത അല്ലെങ്കിൽ വളരെ കാഠിന്യമേറിയതാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണ് ഫ്ലൂയിഡ്സ് എന്നും അതുപോലെ സോളിഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും അതിലെ മോളിക്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സോളിഡ്സ്. ഞാൻ പറഞ്ഞു സോളിഡ്സിലെ മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്. അവിടെയുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നെക്സ്റ്റ് വൺ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടി ഫ്രീ മൂവ്മെന്റ് കുറച്ചും കൂടി സാധ്യമാണ് ലിക്വിഡ്സിനെ സംബന്ധിച്ച്. കാരണം മോളിക്യൂൾസ് എല്ലാം കുറച്ച് സ്പേസ് ഉണ്ട് മോളിക്യൂൾസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗ്യാസ് ആണെങ്കിലോ, ഗ്യാസ് പാർട്ടിക്കിൾസിൽ മോളിക്യൂൾസ് എല്ലാം ഫ്രീ ടു മൂവ് ആണ്. കാരണം അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് പാക്കിംഗ് അല്ല. മാത്രമല്ല മോളിക്യൂൾസ് തമ്മിൽ എവിടെയും ഫ്രീ മൂവ്മെന്റ് സാധ്യമാണ്. ഈ സോളിഡ്സിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് സെക്കൻഡ് വൺ അമോർഫസ് സോളിഡ്സ്. സോ നമ്മൾ ഈ സോളിഡ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ സോളിഡ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. സോളിഡ്സിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനും അമോർഫസ് സോളിഡ്സിനും ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്. അതേസമയം അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് പാക്ഡ് ആണ്, എന്നാൽ തന്നെ അതിന് കുറച്ച് സ്പേസ് ഉണ്ടല്ലേ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചില ഭാഗങ്ങളിൽ കുറച്ച് കുറവാണ്, അതേസമയം ചില ഭാഗങ്ങളിൽ കുറച്ച് കൂടുതലാണ്. സോ ഇങ്ങനെയാണ് സോളിഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
A crystalline solid usually consists of a large number of small crystals, each of them having a definite characteristic geometrical shape. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് ഒത്തിരി സ്മോൾ ക്രിസ്റ്റൽസ് എല്ലാം കമ്പൈൻ ചെയ്ത് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിനെയാണ് അല്ലെങ്കിൽ ആ സോളിഡ്സിനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സ്മോൾ ക്രിസ്റ്റൽസ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദി അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് ഓർഡേർഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ഇൻ 3 dimension. അതായത് ഈ പാർട്ടിക്കിൾസ് ക്രിസ്റ്റലൈൻ സോൾട്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഡറിലായിരിക്കും, റിപ്പീറ്റേറ്റീവ് മാനറിലായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് തന്നെയായിരിക്കും മറുഭാഗത്തുള്ളത്. ഇപ്പൊ ക്രിസ്റ്റൽ ഒരു നോർമൽ ക്രിസ്റ്റൽ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ എല്ലാ ഭാഗവും സിമിലർ ആയിട്ടല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് ഓർഡർ തന്നെ ആയിരിക്കും അടുത്ത ഭാഗത്തും. സോ നമുക്ക് അടുത്ത ഭാഗത്ത് എന്താണ് അല്ലെങ്കിൽ അടുത്ത ലൈനിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കും. കാരണം ഒരു സ്ഥലത്ത് എങ്ങനെയാണോ ഒരു ഭാഗത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും അടുത്ത ഭാഗത്തും അല്ലെങ്കിൽ അടുത്ത ലൈനിലും എന്ത് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റേറ്റീവ് ഇൻ മാനർ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ക്രിസ്റ്റൽ ഹാസ് എ ലോങ് റേഞ്ച് ഓർഡർ, which means that there is a regular pattern of arrangement of particles which repeats itself periodically over the entire crystal. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ പറയുന്ന ലോങ് റേഞ്ച് ഓർഡർ ഉള്ളതിനെയാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട് ഈ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം, ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട്. സോ അതെപ്പോഴും എന്താ പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പാറ്റേൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ ക്വാർട്സ്, ഇതെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനിസോട്രോപിക് ഇൻ നേച്ചർ, ദാറ്റ് ഈസ് സം ഓഫ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോ ഡിഫറെൻറ്റ് വാല്യൂസ് വെൻ മെഷേർഡ് അലോങ് ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ഇൻ ദ സെയിം ക്രിസ്റ്റൽ. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ അനിസോട്രോപിക് എന്ന് പറയും. അനിസോട്രോപിക് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ ഓരോ ഡയറക്ഷനിലും ഓരോ പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്, ഓരോ വാല്യൂസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് മെഷർമെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അനീസോട്രോപിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദിസ് അറൈസസ് ഫ്രം ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. കാരണം എന്താ, ഓരോ ഡിറക്ഷനിലും ഓരോ അറേഞ്ച്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ഡിഫറെൻറ്റ് ഡിറക്ഷൻസിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഡിഫറെൻറ്റ് ഡിറക്ഷൻസിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അനിസോട്രോപിക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, അമോർഫസ് സോളിഡ്സ്. ദ ടേം അമോർഫസ് കം ഫ്രം ഗ്രീക്ക് വേർഡ് അമോർഫോസ് മീനിങ് നോ ഫോം. അതായത് അമോർഫോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അമോർഫസ് സോളിഡ്സ് അല്ലെങ്കിൽ അമോർഫസ് എന്ന് പറയുന്ന പേര് വന്നത്. ഒരു പ്രത്യേകിച്ചൊരു ഫോമൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇൻ സച്ച് എ സോളിഡ് ഹാസ് ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് ഇവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയൺസ് ആവാം, ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് the arrangement of constant particles in such a solid has only short range order. അതായത് ഇപ്പോൾ അമോർഫസ് സോളിഡ് എടുക്കുകയാണെങ്കിൽ ഈ അമോർഫസ് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വളരെ ഷോർട്ട് റേഞ്ചിലേക്ക് മാത്രമേ എന്തുള്ളൂ, ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉള്ളൂ. സോ ലോങ് റേഞ്ചിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ അറേഞ്ച്മെന്റ് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അതേസമയം ക്രിസ്റ്റലൈൻ സോളിഡ്സ് എടുത്ത സമയത്തോ അത് ലോങ് റേഞ്ച് ഓർഡർ ആണ്. അതായത് ലോങ് റേഞ്ചിലേക്കും അല്ലെങ്കിൽ ഒരു സെയിം അറേഞ്ച്മെൻ്റെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡറും അതേസമയം അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡറും എന്ന് പറയുന്നത്. Then regular patterns are scattered and in between the arrangement is disorder. Scattered എന്ന് പറയുമ്പോൾ എന്താ മീനിങ്, ചിതറിപ്പോയ. റെഗുലർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഓർഡർ ഇല്ലാത്തൊരു അറേഞ്ച്മെന്റ് ആണ് അമോർഫസ് സോളിഡ്സിന്. The structure of amorphous solids is similar to that of liquids. നമുക്ക് പറയാം അമോർഫസ് സോളിഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിക്വിഡ്സിന് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. മാത്രമല്ല ലൈക്ക് ലിക്വിഡ്സ് amorphous solids have a tendency to flow though very slowly. So liquidsനെ പോലെ തന്നെ amorphous solidsനും
ഫ്ലോ ചെയ്യാനുള്ള ഒഴുകാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അമോർഫസ് സോളിഡ്സിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾ ലിക്വിഡ്സ് എന്നും പറയാറുണ്ട്. സോ അമോർഫസ് സോളിഡ്സിന് ഉദാഹരണങ്ങളാണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്. ഇതെല്ലാം അമോർഫസ് സോളിഡ്സിന് ഉദാഹരണങ്ങൾ. ഇപ്പോൾ നമ്മൾ പഠിച്ചു ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സ്. സോ അതിൻ്റെ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് ക്വാർട്സ് ആൻഡ് ക്വാർട്സ് ഗ്ലാസ്. സോ ക്വാർട്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഉദാഹരണമാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ലോങ് റേഞ്ച് ഓർഡർ ആണ്. സോ ഈ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് അറേഞ്ച്മെന്റ് ഉണ്ട്. സോ ഈ ഏത് ഡിസ്റ്റൻസിലേക്ക് എടുത്താലും ഈ അറേഞ്ച്മെന്റ് തന്നെയായിരിക്കും പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ അതുകൊണ്ടാണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അതേസമയം ഇവിടെയോ ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിളാണ്. സോ ഇവിടെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയാനില്ല. ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റേറ്റീവ് അറേഞ്ച്മെന്റ് അല്ല. സോ വേണമെങ്കിൽ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരേ ഇത് തോന്നിക്കണം, അതേ പൊസിഷൻ അല്ലെങ്കിൽ അതേ പാർട്ടിക്കിൾസ് അങ്ങനെ തന്നെ ആയിരിക്കില്ല അടുത്ത ഭാഗത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അമോർഫസ് സോളിഡ്സ് ഷോർട്ട് റേഞ്ച് ആണ് എന്നും പറയുന്നത്. ഇനി അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. അമോർഫസ് സോളിഡ്സും ക്രിസ്റ്റലൈൻ സോളിഡ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ അമോർഫസ് സോളിഡ്സിൻ്റെ ഷേപ്പ്. നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. അതേസമയം അമോർഫസ് സോളിഡ്സിനോ ഇറഗുലർ ആണ് ഷേപ്പ്, അല്ലേ? നെക്സ്റ്റ് വൺ, മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സംബന്ധിച്ച് അവയ്ക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഈ സോളിഡ്സ് മെൽറ്റ് ചെയ്യും അല്ലെങ്കിൽ ഉരുക്കിപ്പോവും. അതേസമയം അമോർഫസ് സോളിഡ്സിന്റെ കേസിലോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് അമോർഫസ് സോളിഡ്സ് എന്ത് ചെയ്യുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 80 to 90 ടെമ്പറേച്ചർ, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് പറയാൻ സാധിക്കുന്നത്. സോ അമോർഫസ് സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. അതേസമയം ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഷാർപ്പാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, ക്ലീവേജ് പ്രോപ്പർട്ടി. ക്ലീവേജ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സോ അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ്. ഉദാഹരണമായിട്ട്, വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ് ടൂൾ they split into 2 pieces and newly generated surfaces are plain and smooth. അതായത് ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ കൊണ്ട് നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കിട്ടും. മാത്രമല്ല പുതിയതായിട്ട് രൂപപ്പെടുന്ന സർഫസസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും, നമ്മളൊരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, മുറിക്കുകയാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നത്, ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ആയിരിക്കും നമുക്ക് പീസസ് ആയിട്ട് ലഭിക്കുന്നത്. ഒരിക്കലും ഷേപ്പുള്ള സർഫസസ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് അതിനെ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദേ ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് സോളിഡ് അതിൻ്റെ ലിക്വിഡിലേക്ക് മാറാനായിട്ട്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റ് മാറ്റപ്പെടാനായിട്ട് നമ്മൾ എത്രമാത്രം എനർജി അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ സംബന്ധിച്ച് ദേ ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ. അതേസമയം അമോർഫസിനോ ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഒരു സ്പെസിഫിക് പോയിന്റിൽ അത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇത്രയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ക്രിസ്റ്റലൈൻ സോളിഡ് അനീസോട്രോപ്പി എന്ന് പറയുമ്പോൾ ദേ ആർ അനീസോട്രോപ്പിക് ഇൻ നേച്ചർ. അതേസമയം അമോർഫസ് സോളിഡ്സോ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ഐസോട്രോപ്പിക് എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷൻസിലും നമ്മൾ എടുത്ത് നോക്കിയാലും സെയിം വാല്യൂസ് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിന് സെയിം വാല്യൂസ് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ഐസോ മീൻസ് സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, നേച്ചർ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ട്രൂ സോളിഡ്സ്, സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സിനെയാണ് നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന സോളിഡ്സ് ആണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അടുത്തത്, ഓർഡർ ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂയന്റ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എങ്ങനെയാണ് ലോങ് റേഞ്ച് ഓർഡർ, അതാ മനസ്സിലായല്ലോ. അതേസമയം അമോർഫസ് സോളിഡ്സിലോ ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. വളരെ ഒരു ഷോർട്ട് റേഞ്ചിലേക്ക് മാത്രമേ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഉള്ളൂ. അടുത്ത ഒരു ലൈനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത
ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അറേഞ്ച്മെന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന്. അടുത്തത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും അല്ലാതെ മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്. സോ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പോളി ക്രിസ്റ്റലൈൻ സോളിഡ്സ്. സോ ഈ പിക്ചറിൽ നിന്ന് നമുക്കെല്ലാം വ്യക്തമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. അമോർഫസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. സോ പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ എന്താ? ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് പോളി ക്രിസ്റ്റലൈൻ. സോ ചില ഭാഗത്ത് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് പോലെയുള്ള അറേഞ്ച്മെന്റ് അല്ല. സോ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോളിഡ്സിനെയാണ് നമ്മൾ പോളിക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ദ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഓർ പോളിക്രിസ്റ്റൽസ് ആർ സോളിഡ്സ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് മെനി ക്രിസ്റ്റലൈറ്റ്സ് ഓഫ് വേരിയിങ് സൈസ് ആൻഡ് ഓറിയന്റേഷൻ. അതായത് സൈസും ഓറിയന്റേഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്രിസ്റ്റൽസ് കമ്പൈൻ ചെയ്തുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോളിക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ട് എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് ഫോഴ്സ്, അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. സോ ഇതൊക്കെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മോളിക്കുലർ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ് അല്ലെങ്കിൽ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയും. സോ ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനലിൽ നിന്ന് ഇനിയും വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്